everyone, welcome back to my YouTube channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡെലിവറി സ്റ്റോറിയുടെ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. My water broke, we rushed to hospital, everything happened. ആൻഡ് ദ ഫൈനൽ പാർട്ട്, അതായത് ക്ലൈമാക്സ് ഓഫ് മൈ പ്രഗ്നൻസി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റോറി പാർട്ട് 2 നിർത്തിയത് 12 മണിക്ക് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ എൻ്റെ റൂമിലേക്ക് വരുന്നതാണ് അല്ലേ. അപ്പോൾ 12 മണിക്ക് ഡോക്ടറും നഴ്സസും ഒക്കെ എൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ ആ ദിവസം ഡോക്ടറെ നേരിട്ട് കാണുന്നത്. ഇവിടെ ഡെലിവറി ടൈമിൽ ഡോക്ടേഴ്സ് ലാസ്റ്റ് വരുള്ളൂ കേട്ടോ. സോ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന്റെ മുന്നേ ഒരു നഴ്സ് വന്നിട്ട് എങ്ങനെ പുഷ് ചെയ്യേണ്ടതെന്നൊക്കെ റിഹേഴ്സലൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പോയി. എന്നിട്ട് അവരാണ് ഡോക്ടറെ വിളിച്ചത്. അപ്പൊ അങ്ങനെ ഡോക്ടർ വന്നു, ഡെലിവറി ടീമൊക്കെ സെറ്റായി, എല്ലാം സെറ്റാക്കി. ഐ തിങ്ക് 12:05 ഞാൻ പുഷ് ചെയ്യാൻ തുടങ്ങി. എപ്പിഡ്യൂറൽ എടുത്തത് കാരണം എനിക്ക് കോൺട്രാക്ഷൻസ് വരുന്നത് അത്ര ക്ലിയർ ആയിരുന്നില്ല കേട്ടോ. ഡോക്ടറും നഴ്സസും ഒക്കെ മോണിറ്ററിൽ നോക്കിയിട്ട് എനിക്ക് കോൺട്രാക്ഷൻസ് വരുമ്പോൾ എൻ്റെ അടുത്ത് പുഷ് ചെയ്യാൻ പറയുക ചെയ്യണ്ടായിരുന്നു. എനിവേസ് ഒരു 12:15 ഒക്കെ ആയപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു ബേബിയുടെ മുടി കാണാനുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല എൻകറേജ്മെന്റ് ആയിട്ടോ. അപ്പൊ അങ്ങനെ 2-3 പുഷസ് കൂടി കൊടുത്തപ്പോഴേക്കും ദേ ചെക്കൻ പുറത്ത്. അപ്പൊ ഒരു 12:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ പുത്രൻ പുറത്തേക്ക് വന്നു. എന്റെ തലയിലുള്ള വെള്ളത്തുണി എന്തിനാ വെച്ചാൽ ഈ പുഷ് ചെയ്യുന്ന ടൈമിൽ എന്റെ ടെമ്പറേച്ചർ വാസ് ലൈക്ക് 104 ഓർ സംതിങ്. കുറച്ച് ഫീവർ വന്നു ആ സമയത്ത്. അപ്പൊ അവർ തണുത്ത ടവല് വെച്ച് തന്നിരിക്കുകയാണ്. ന്യൂ ബോൺ ബേബീസിന്റെ ബെസ്റ്റ് ആണ് സ്കിൻ ടു സ്കിൻ കോൺടാക്ട്. ഇവിടെ നമുക്കത് വേണമെന്നോ വേണ്ടാന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓഫ്കോഴ്സ് ഞാൻ വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സ് ഒക്കെ എങ്ങനെ കിടത്തിട്ടോ. ബൈ ദ വേ അംബിലിക്കൽ കോഡ് അച്ഛനാണ് കട്ട് ചെയ്തത്. ബേബി എന്റെ മേത്തുള്ളതുകൊണ്ട് ബാക്കി എന്നെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കും എന്റെ ഹസ്ബൻഡിനും നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഡോക്ടറിട്ട് സ്റ്റിച്ച് ശരിയായില്ല. അപ്പൊ കുറെ ബ്ലഡ് ലോസ് ആയി. എന്നിട്ട് പിന്നെ 2-3 ഡോക്ടേഴ്സ് വേറെ വന്നിട്ട് സ്റ്റിച്ചൊക്കെ ശരിയാക്കി തന്നു. അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ്. അതെന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അച്ഛന്റെ ചാൻസ് ഓഫ് സ്കിൻ ടു സ്കിൻ ആയിരുന്നു. ന്യൂ ബോൺ ബേബീസിനെ എടുക്കാൻ പേടിയാണ്. ഞാനൊരു 1 മന്ത് വരെ കുട്ടീനെ തൊടില്ല അതൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ. കുട്ടീനെ എടുക്കാനായിട്ട് അവിടെ ആക്രാന്തം കാണിച്ചിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്ന ബാസിനെറ്റിക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവനെ കടത്തി. അവന്റെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തു. പിന്നെ അവനെ സ്വാഡിൽ എങ്ങനെ ചെയ്യേണ്ടതൊക്കെ കാണിച്ചു തന്നു. പിന്നെ ക്യാപ്പൊക്കെ വെച്ചിട്ട് സുന്ദര കുട്ടപ്പനാക്കി. ഇവൻ ഫുള്ള് കരഞ്ഞ് എല്ലാവരും ഓടിച്ചോണ്ട് കേട്ടോ. അവിടുന്ന് നല്ല വലിയ സൗണ്ടായിരുന്നു. എന്നോട് കടന്നുറങ്ങാൻ പറഞ്ഞാ. ബട്ട് എനിക്ക് ഒന്നുകൂടി കയ്യിൽ തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കായിരുന്നു. ജനിച്ച അന്ന് തന്നെ ബേബീനെ ലാച്ച് ചെയ്യാൻ പഠിപ്പിക്കണം. എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ക്ലാസ് വേറെ, റിയാലിറ്റി വേറെ. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ തന്നെയുള്ള ലാക്ടേഷൻ കൺസൾട്ടന്റ് നമ്മുടെ റൂമിലേക്ക് വരും. നമുക്ക് അവരോട് നമ്മുടെ ഡൗട്ട്സും ഹെൽപ്പും ഒക്കെ ചോദിക്കാൻ പറ്റും. അപ്പൊ ആള് വന്നിട്ട് കുറച്ച് എന്തൊക്കെ പറഞ്ഞു തന്നിട്ട് പോയി. വലിയ ഹെൽപ്പൊന്നും ആയിരുന്നില്ല. ആൻഡ് അഗെയിൻ സെക്കൻഡ് ടൈം വേറൊരു ലാക്ടേഷൻ കൺസൾട്ടന്റ് വന്നു. ഷീ വാസ് റിയലി ഹെൽപ്ഫുൾ. എനിക്ക് അപ്പം തന്നെ മിൽക്ക് സപ്ലൈ ഉണ്ടായിരുന്നില്ല. സോ ഈ ലാക്ടേഷൻ കൺസൾട്ടന്റ് വന്നിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ ബ്രസ്റ്റ് പമ്പ് എനിക്ക് തന്നു. എന്നിട്ട് എല്ലാ 2 hours കൂടുമ്പോൾ പമ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അത് ഫുൾ ടൈം ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ, എവറി 2 hours. വേറൊരു കാര്യമുള്ളത്, ഇവിടെ മെറ്റേണിറ്റി ആൻഡ് ഡെലിവറി ഒരു ടീമാണ് ആൻഡ് പീഡിയാട്രിക്സ് ബേബി സെക്ഷൻ വേറെയാണ്. പറഞ്ഞാൽ മെറ്റേണിറ്റി ടീമിന് എന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ബേബിന്റെ റെസ്പോൺസിബിലിറ്റി പീഡിയാട്രിക്സ് ടീമിലാണ്. സോ ഈ പീഡിയാട്രിഷ്യൻ ജനിച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂടെ ആളുടെ നഴ്സസും. എനിവേസ്, അപ്പൊ അങ്ങനെ അവനെ ബാസിനെറ്റിൽ നിന്ന് ഒരു ഹീറ്റഡ് പാഡിക്ക് മാറ്റി. ഇതിൽ തന്നെയാണ് ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുക. അപ്പൊ 8 pounds 15 ounces ആണ് വെയിറ്റ് എന്നാണ് പറയണത്. ഏകദേശം 4 kg മുകളിലുണ്ട് കേട്ടോ. ഇനി കുറച്ച് ടെസ്റ്റുകളും ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട് അവന്. അവരിത് ബിഗ് ബേബി ആണെന്ന് പറയാണ് കേട്ടോ. ബട്ട് ഞങ്ങൾക്ക് അവൻ ടീനി ടൈനി ആയിട്ട് തന്നെയാണ് തോന്നിയത്. മേ ബി ഇത് ഫസ്റ്റ് ന്യൂ ബോൺ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കാം. അവന്റെ അച്ഛന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഡയപ്പർ ചേഞ്ച്. ആ നേഴ്സ് ഓൾറെഡി ഫിക്സ് ആയിരുന്നു. ഫീഡിങ് മോം, ഡയപ്പർ ചേഞ്ച് ഡാഡ്. ബാക്കിൽ ഒരു ഡാർക്ക് ഗ്രീനിഷ് ആയ ബർത്ത് മാർക്സ് ഉണ്ടാവും നമ്മുടെ ഇന്ത്യൻസ് ആൻഡ് ആഫ്രിക്കൻ എത്നിസിറ്റിയിലുള്ള ചില കുട്ടികൾക്ക്. ഇവനതുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിക്കായിരുന്നു ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോന്ന്. എന്റെ കസിൻസിന് ഉണ്ടായിരുന്നു, പിന്നെ സന്ദീപിന്റെ ചേച്ചിക്കും. അവരൊരു ഫുള്ള് ഡബ്ബ് വൈബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അവന് തുടയ്ക്കാനായിട്ട്. സന്ദീപ് അവിടുന്ന് ഡയപ്പർ ചേഞ്ച് പഠിച്ചോണ്ട് ഇപ്പോഴും അത്ര വൈബ്സ് ആവശ്യമാണ് ആള് ക്ലീൻ ചെയ്യുമ്പോൾ. തലയുടെ മെഷർമെന്റ് കൂടി നോക്കുകയാണ്. അവൻ ഇത്ര വേഗം വന്നു, അതുകൊണ്ട് ഫാസ്റ്റ് ബ്രീത്തിങ് ഉണ്ടെന്നൊക്കെ പറയാണ്. ലേബർ ലെസ് ദാൻ 3 hours പറയുന്ന പേരാണ് പ്രെസിപ്പിറ്റസ് ലേബർ അല്ലെങ്കിൽ റാപ്പിഡ് ലേബർ. അതാണ് എനിക്ക് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ബേബിക്ക് ഒരു സഡൻ ഷോക്കാണ്. അപ്പൊ അവര് കുറച്ച് ഫൈറ്റ് ചെയ്യും വയറിന് പുറത്തുള്ള എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഹൈറ്റും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. 21 inches ആയിരുന്നു.
പിന്നെ ജോണ്ടിസ് ടെസ്റ്റ് കൂടി നടത്തി. സോ ഞാൻ നേരത്തെ പറഞ്ഞ മംഗോളിയൻ മാർക്ക് പോലെ തന്നെ ഇന്ത്യൻ ബേബീസിന് ജോണ്ടിസ് റിസ്ക് കൂടി ഉണ്ട്. ഇവന് ലോ റിസ്ക് ജോണ്ടിസ് ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ചെയ്തു. പിന്നെ ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയും, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണും ചെവിയൊക്കെ ടെസ്റ്റ് ചെയ്യും ബേബിയുടെ. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ 2 hours മാത്രമേ ആ റൂമിൽ നമ്മൾ കടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റൂമുണ്ട്, അതിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ബട്ട് എൻ്റെ കേസിൽ കുറേ ബ്ലഡ് ഒക്കെ പോയിട്ട് എനിക്ക് ആ ദിവസം ഫുള്ള് ബെഡ് റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ബ്ലാഡർ ഇതുവരെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ബേസിക് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഉറങ്ങാൻ പറഞ്ഞു. ആൻഡ് അങ്ങനെ മെല്ലെ ഈവനിങ് ആയി. ഈവനിങ് ആയപ്പോഴേക്കും എൻ്റെ വേദന എനിക്ക് അറിയാൻ തുടങ്ങി. ഇത്രയും നേരം ഞാൻ എപ്പിഡ്യൂറലിലാണ് കേട്ടോ പിടിച്ചു നിന്നത്. പിന്നെ ഫൈനലി ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു. തലേ ദിവസം രാത്രി കഴിച്ചാണ് കേട്ടോ. എപ്പിഡ്യൂറലിന് ശേഷം ഒന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് ഈ സമയം ഒന്നും ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് നല്ല വേഴ്സ്റ്റ് ഫുഡായിരുന്നു. ബട്ട് എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായി കഴിച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്കൊക്കെ ബേബിക്ക് ഫസ്റ്റ് ബാത്ത് കൂടി കൊടുത്തു കേട്ടോ. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവർ ചെയ്യണത് കണ്ട് നല്ല ഒബ്സർവ് ചെയ്തു. ഈവൻ വീഡിയോ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ റെഫറൻസിനാണ്. വെള്ളത്തിൻ്റെ ചൂട് എങ്ങനെ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാണ്. സോപ്പ് വെള്ളമാണ് കേട്ടോ ടബിൽ ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് കൂടി കാണുന്ന പോലെയാണ് കുളിപ്പിക്കണത്. ഫസ്റ്റ് ഒരു വാഷ് ക്ലോത്ത് വെച്ച് അവൻ്റെ ഫേസും തലയൊക്കെ കഴുകണം. കുറച്ച് ഷാമ്പു ഒക്കെ ഇട്ടിട്ടാണ് തല കഴുകണത്. അത് കഴിഞ്ഞിട്ടാണ് മേലിലേക്ക് വരിക. സ്വാഡിൽ ചെയ്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാണ്. നോക്കിയേ എത്ര കംഫർട്ടബിൾ ആയിട്ടാവും കിടക്കണേ. അവർ ഇത്രയും ദിവസം അമ്നിയോട്ടിക് ഫ്ലൂയിഡിലല്ലേ കിടന്നിരുന്നത്. അപ്പോൾ അവർക്ക് അതേപോലെ ഒരു എൻവയോൺമെന്റ് റീക്രിയേറ്റ് ചെയ്യാണ് ഈ വെള്ളത്തിൽ കിടത്തിയാൽ പറ്റണത്. പക്ഷെ അവന് സ്ക്രബിടബിടവൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ കോസയായിട്ട് കിടക്കുകയാണെങ്കിൽ ഓക്കെ. ഫൈനലി ഒരു നല്ല വെള്ളത്തിലും കൂടി കുളിപ്പിച്ചിട്ട് അവനെ ഒരു ഫ്രഷ് സ്വാഡിൽ പൊതിയാണ്. എന്നിട്ട് ഇവിടെയുള്ള ഹീറ്റഡ് പാഡിക്ക് കിടത്താണ്. അങ്ങനെ കുളിച്ചൊരു ശുണ്ടാപ്പി ആയിട്ടുണ്ടവൻ. ഇടയിലിടയിൽ ടെമ്പറേച്ചർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എവറി 6 hours ആണ് തോന്നുന്നു മെഡിസിൻസ് തരുന്നുണ്ടായിരുന്നത്. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് എന്ത് മെഡിസിൻസ് ആണ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നൊക്കെ അറിയണ്ടായിരുന്നു. അവിടെ ഉള്ളപ്പോൾ നല്ല സുഖമായിരുന്നു. എല്ലാ 6 hours കൂടുമ്പോഴും മെഡിസിൻസ് കൊണ്ടുവരാൻ നഴ്സസ് ഉണ്ട്, വെള്ളം കൊണ്ടുവരാൻ നഴ്സസ് ഉണ്ട്. പിന്നെ എൻ്റെ BP കുറച്ച് ലോ ആയിരുന്നു കേട്ടോ, ബ്ലഡ് ലോസ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ വരാൻ, അതായത് ഫസ്റ്റ് മിൽക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. ബട്ട് ഈ 2 ദിവസം ഞാൻ 2 hours കൂടുമ്പോൾ പമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഡേ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ബ്ലാഡർ മാറ്റി. എന്നിട്ട് എന്നെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 nurses ഒക്കെ വന്നു കേട്ടോ. അവർ പിന്നെ എങ്ങനെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. പോസ്റ്റ് ഡെലിവറി ബ്ലീഡിംഗ് ഉണ്ടാവും അറിയാലോ. ഈ ബ്ലീഡിങ്ങിനെ പറയുന്ന പേരാണ് ലോക്കിയ. ഇത് പീരിയഡ്സ് ബ്ലീഡിങ്ങിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഉണ്ടാവും. അപ്പൊ അത് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സി പാഡും പിന്നെ അവിടെ വേദനയ്ക്ക് ആശ്വാസമുള്ള ഐസ് പാക്കും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്നു കേട്ടോ. നമുക്കത് കഴിഞ്ഞിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ അവർ തരും. ഇതൊക്കെ ഇൻഷുറൻസ് കവേർഡ് ആണ്, നമുക്കൊന്നും ഫ്രീ ആയിട്ട് തരില്ല. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസിന് പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ ആയപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിക്ക് എല്ലാം ഞങ്ങളെ പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ബേബിക്ക് ഇപ്പോൾ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ നേരത്തെ കണ്ടത് ലേബർ ആൻഡ് ഡെലിവറി റൂമാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് കൂടുതൽ നേരം ചാൻസ് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് റൂമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പോസ്റ്റ്മോർട്ടം റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സൗകര്യങ്ങൾ അവിടുത്തെ അപേക്ഷിച്ച് കുറവാണ്, പക്ഷേ നല്ല നീറ്റാണ്. ഐ ഷവർഡ്, സോ ഐ ഫീൽ വെരി മച്ച് ബെറ്റർ നൗ. ആൻഡ് ഞങ്ങൾക്ക് ഇവർ ഒരു സ്പെഷ്യൽ ഡിന്നർ ഓർ ലഞ്ച് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു മീല് സ്പെഷ്യലായിട്ട് ഇവരുടെ വക പോലെ. സോ അവർ ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതേപോലെ അവർ നമുക്ക് ബേബിക്ക് ഫസ്റ്റ് തന്ന ഗിഫ്റ്റാണിത്. അപ്പോൾ സെലിബ്രേഷൻ ഡിന്നറിൽ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഒരു മെയിൻ കോഴ്സ്, സാലഡ്, ഡെസേർട്ട് ആൻഡ് എ ഡ്രിങ്ക്. 2 പേർക്കും. സദ്യ എന്തോ പൊട്ടാറ്റോ ഡിഷാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഈ വികാരമില്ലാത്ത ബീൻസ് കൂടി ഉണ്ടായിരുന്നു. ഡെസേർട്ടായിട്ട് റെഡ് വെൽവെറ്റ് കേക്കാണ്. പിന്നെ സോഡ ഉണ്ട്, അതെന്തോ സൈഡർ ആണ് തോന്നുന്നു, ഓർമ്മയില്ല കേട്ടോ. ഇതെന്തോ ആപ്പിറ്റൈസർ ആണ് കേട്ടോ, സ്പിനച്ചും ചീസൊക്കെ ആയിട്ട്. എൻ്റെ മെയിൻ കോഴ്സ് സാൽമൺ ആൻഡ് റൈസ് ആണ്. കൂടെ വേവാത്ത ബ്രോക്കലിയാണ് ഉള്ളത്, വെജീസിൻ്റെ പേരായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബേബിക്ക് ഒരു 1C കൂടി ഉണ്ട് കേട്ടോ. നാളെ വല്ല ബേബീനെ കൂട്ടിയിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് ഒരു 8ന്റെ പണി കിട്ടി. അതാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ്. ഇനിയുള്ള സ്റ്റോറി അത്ര ഹാപ്പി അല്ല കേട്ടോ. ഓൾറെഡി ഈ സ്റ്റോറി കുറെ നീണ്ടു പോയി. സോ ഐ എം ഗോണ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ.
എനിവേസ് പാർട്ട് 4 ആയിട്ട് വേഗം തന്നെ വരാം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഫോർ നൗ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.